ഹലോ, ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് എന്നാൽ വെറൈറ്റി ആയിട്ടൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. ഒരു ചീൻചട്ടി അടുപ്പത്ത് വയ്ക്കുക. അത് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഉപ്പേരി ഉണ്ടാക്കാനും കറി ഉണ്ടാക്കാനൊക്കെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണ ഉള്ളതുകൊണ്ട് അത് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ നല്ല ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം 2 തണ്ട് കറിവേപ്പിൻ്റെ ഇല നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നല്ലൊന്ന് മുരിഞ്ഞതിന് ശേഷം അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി അരിഞ്ഞത് ചേർക്കാം. പിന്നീട് ഒരു 7 ഇല്ലി വെളുത്തുള്ളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയ പച്ചമുളക്, വീട്ടിലുണ്ടായ പച്ചമുളകാണ്, 3 പച്ചമുളകാണ് കേട്ടോ ഞാൻ എടുത്തത്. നല്ല എരിവുണ്ട്, അതുകൊണ്ട് 3 എണ്ണ എടുത്തിട്ടുള്ളൂ. അതും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല ചുമപ്പ് നിറമായതിനു ശേഷം അതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്, ഒരു മീഡിയം സൈസ്. അതിനുശേഷം ഒരു മീഡിയം സൈസ് ഒരു തക്കാളി ഞാൻ അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വാടാൻ ആവശ്യമായ കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് വാടിയതിന് ശേഷം ഇതിലേക്ക് മസാല, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം പച്ചമുളക് ചേർത്തതുകൊണ്ട് തന്നെ മുളക് പൊടി ആവശ്യത്തിന് ഇട്ടാൽ മതി. ഇവിടെ നല്ല എരിവ് വേണം. പിന്നീട് ചതച്ച് വെച്ചിരിക്കുന്ന ഉണക്കമുളകിൻ്റെ പൊടിയും കുറച്ചിട്ട് കൊടുക്കുക. പിന്നീട് ചിക്കൻ മസാല, ഞാൻ കുറച്ച് ചിക്കൻ മസാല മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ കേട്ടോ. ചിക്കൻ മസാല കുറച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഗരം മസാല, വീട്ടിൽ പൊടിച്ച ഗരം മസാല ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്, മണവും രുചിയും കൂടുതൽ അതിനാണ്. നന്നായിട്ട് പൊടികളൊക്കെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി പൊടി എണ്ണയിൽ മിക്സ് ആയതിനു ശേഷം നല്ല പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 3/4 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മസാലകളൊക്കെ കുറവാണ്. നിങ്ങൾ കൂടുതൽ ചിക്കൻ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മസാലയുടെ അളവ് കൂട്ടിയിട്ട് ഉപയോഗിക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ മസാലക്കൂട്ട് ഈ ചിക്കനിൽ എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും, ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാലക്കൂട്ട് നമുക്ക് മിക്സ് ചെയ്യുക. അതിന് ശേഷം ബാക്കി വേവാൻ ആവശ്യമായ ബാക്കിയുള്ള ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൽ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ, കാരണം ചിക്കൻ കറിയിൽ ഓൾറെഡി ചിക്കൻ വേവുമ്പോൾ നമ്മൾ അടച്ച് വെച്ച് വേവിക്കുമ്പം വെള്ളം വരും. അതുകൊണ്ട് തീരെ ഇപ്പോൾ വെള്ളം വെക്കുന്നില്ല. നമുക്കിനി ഒന്ന് അടച്ച് വെച്ച് തീ സിമ്മിലിട്ടൊരു 5 മിനിറ്റ്. ഇപ്പോൾ ഇതാ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നോക്കിയോ, കണ്ടോ അതിൽ വെള്ളം വന്നത് നോക്കൂ. ഇപ്പോൾ ഒരു പകുതി വേവേ ആയിട്ടുള്ളൂ ചിക്കൻ. ഒരു 10 മിനിറ്റും കൂടെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ്റെ നല്ല ആവി പറക്കുന്നുണ്ട്, നല്ല വെന്തു, മസാലയും ചിക്കനൊക്കെ ഇതായി. ഇതിലേക്ക് ഇതാണ് മാസ്റ്റർ പീസ്, നമുക്ക് പനിക്കൂർക്ക ചേർത്ത് കൊടുക്കാം. പനിക്കൂർക്ക ഒരു 3 പനിക്കൂർക്ക ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ, കുറച്ച് ചിക്കനല്ലേ ഉള്ളൂ, അപ്പോൾ 3 എണ്ണം. ഇത് നന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ച് കഴിയുമ്പോൾ പനിക്കൂർക്കനെ നമുക്ക് കാണാനേ പറ്റില്ല, കാരണം ഇതിൽ മിക്സ് ആവും. അതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ ഞാനിതിലേക്ക് ഒഴിക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ വല്ലാതെ തിള വരാൻ നിൽക്കരുത്, കറി ജസ്റ്റ് ഒന്ന് തിളയ്ക്കുക, അത്ര മാത്രമേ പാടുള്ളൂ. ഇപ്പോൾ ഓൾറെഡി നമ്മളുടെ കറി പാകമായി. ഇനി ഒന്ന് തിള വരിക, അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ചിക്കൻ കറി ആയിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും പനിക്കൂർക്ക വെച്ച് ഇങ്ങനെ കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ്, ഒരു വെറൈറ്റി റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല, കഴിച്ചിട്ട് വീട്ടിലെ ഏട്ടനും മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം. നിങ്ങളെല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാനിന്ന് പൊറാട്ടയുടെ കൂടെയാണ് കേട്ടോ കറി കൂട്ടുന്നത്, ചോറിൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് കൂട്ടാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും ബായ്.